ഇവരിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ബൈ ചെയ്തു. ഇപ്പോൾ ഇവിടെ 100 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങി, ആ സ്റ്റോക്കിന് 1000 രൂപ ആക്കും. 1000 രൂപ ആക്കിയിട്ട് 1050 രൂപയ്ക്ക് ഇവർ മറിച്ച് വെക്കും. ബാക്കി ടീംസ് ഇവർ വലിയുണ്ട് മാർക്കറ്റിൽ. ഇവരിപ്പോൾ മാർക്കറ്റിൽ, നമ്മുടെ മാർക്കറ്റിൽ ഇവരിപ്പം പമ്പ് ചെയ്തിട്ടുള്ളത് ഒരു 25 ലക്ഷം കോടിയാണെങ്കിൽ ആ 25 ലക്ഷം കോടി 50 ലക്ഷം കോടിയാക്കിയിട്ട് ഇവരൊരു പോക്കുണ്ട്. ആ പോക്ക് പോയി കഴിഞ്ഞാൽ ഭൂം എന്നിട്ടൊരു വികലമുണ്ട്. അതിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെത്ത് എന്ന് പറയും. അപ്പോൾ അതൊക്കെ പിന്നത്തെ കാര്യം. ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്ലോട്ട് പറയണമെങ്കിൽ ഞാൻ സീക്വൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഇറാൻ വാറിൽ എത്തി നിൽക്കുന്നത്. ഇവർ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫണ്ട് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ലോകത്തുള്ള എല്ലാ ഭാഗത്തേക്കും പൈസ ഇങ്ങനെ പമ്പ് ചെയ്യും. അപ്പോൾ അവരുടെ കയ്യിൽ ഓൾറെഡി വേൾഡ് ബാങ്കിനെക്കാട്ടിയും പൈസ, എത്രയോ ട്രില്യൺ മണി ഇവരുടെ അടുത്ത് പ്രൈവറ്റ് ഫേംസിലുണ്ട്. അതുകൊണ്ടാണ് ഇവർ ബാങ്കായിട്ട് തുറക്കാതെ ഇക്വിറ്റി ഫേംസ് ആയിട്ടാണ് ഇവർ ഓപ്പറേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും, ബ്ലാക്ക് റോക്ക് ഫസ്റ്റ് തുറന്നത് ബ്ലാക്ക് സ്റ്റോൺ ആണ്. ബ്ലാക്ക് സ്റ്റോൺ കഴിഞ്ഞിട്ട് 1980 സംതിങ്ങിലാണ് നമ്മുടെ ഇതിൽ ഫാരി ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിയാണ്, ഈ റോഡ്ഷീൽഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഫാമിലിയിലെ ഒരാളാണ് ബ്ലാക്ക് റോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബ്ലാക്ക് റോക്ക് ഇന്ന് വേൾഡിലുള്ള ഏകദേശം 15 ട്രില്യൺ, ഒരു ട്രില്യൺ എത്രയാണെന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. 15 ട്രില്യൺ വേൾഡ് ബാങ്കിനെക്കാട്ടി കൂടുതലുള്ള അസറ്റ് മാനേജ് ചെയ്യുന്ന ഈ കമ്പനീസിൻ്റെ എമൗണ്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് റോക്കിൻ്റെ മാത്രമാണ് 15 ട്രില്യൺ. ഒരു 5-6 ട്രില്യൺ ബ്ലാക്ക് സ്റ്റോൺ ഉണ്ടാവും, വാൻഗാർഡ്, റോക്കഫെല്ലാസ്, ഇവരൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ കൺട്രീസിൻ്റെയും കാട്ടിയും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ് ഇൻ മണി അവരുടെ കയ്യിലുണ്ട്. അവരെ മാത്രം പൈസ അല്ല, അത് പല ഈ പറഞ്ഞ പോലെ ബിൽഗേറ്റ്സിൻ്റെ ഫണ്ടിങ് അതിലുണ്ടാവും, പിന്നെ ട്രംപിൻ്റെ പൈസ ഉണ്ട്. എല്ലാവരുടെ അടുത്തുനിന്നും പൈസ ഇവർ കളക്ട് ചെയ്തൊരു കൺസോർഷ്യം ആയിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരെ പോളിസീസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എപ്സ്റ്റീൻ ഐലൻഡിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 വയസ്സുള്ള കുട്ടിയെ 4 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് കത്തി വെച്ച് കേക്ക് മുറിക്കുന്ന പോലെ മുറിപ്പിക്കുക. അപ്പോൾ ഈ 4 വയസ്സുള്ള കുട്ടി പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ, സാത്താനിക് എഫക്റ്റിൽ ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അഡ്രിനാലിൻ ഓക്സിഡൈസ് ആയിട്ടുള്ള ബ്ലഡ്, എഡ്രിനോക്രോം എന്ന് അവരെന്നെ വിളിക്കുന്നത്. ഏജ് റിവേഴ്സിങ്, ഈ ചാവാനായ കളവന്മാർക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഏജ് റിവേഴ്സിങ് സ്റ്റിമുലേറ്റ് ആവുന്ന ഹോർമോൺസ് ഒക്കെ വർക്ക് ചെയ്യുമെന്ന് ചില സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടും, പ്ലസ് അവരുടെ ദൈവമായ ലൂസിഫറിനെ, സാത്താൻ ദൈവമായ ലൂസിഫറിനെ സന്തോഷിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ പ്രോസസ് അവർ ചെയ്തത്. ഇതുപോലത്തെ നികൃഷ്ടമായ ചിന്തകളും നികൃഷ്ടമായ വിചിത്രമായ ഐഡിയാസും വെച്ച് പുലർത്തുന്ന നികൃഷ്ട ജീവികളാണ് ഈ കൈൻഡ് ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ജൂതന്മാർ. അപ്പോൾ ഇവന്മാർ ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ലെറ്റ്സ് കം ബാക്ക് ടു ഇറാൻ വാർ. ഇറാൻ വാറിൻ്റെ സൈക്കോളജി, ഇപ്പോൾ നടന്ന പ്രോബ്ലംസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ പോവുകയാണെങ്കിൽ WHO സ്റ്റാർട്ട് ചെയ്യുന്നത് WHO 2000